ഇന്ന് ഉണ്ണി ഏട്ടനും പൂക്കളിടുക കേട്ടോ. എന്താ എന്താ പൂക്കളം. ഇന്ന് ഉണ്ണിയെ അടിച്ചു വാരി വെള്ളം തളിച്ച്. ഇന്ന് സ്കൂളില്ലല്ലോ, അതുകൊണ്ട് സമാധാനത്തെ എണിച്ച്. കുറേ ദിവസമായി പൂക്കളിടാൻ ഉണ്ണിക്ക് പറ്റാണ്ട്, പനിയും പരീക്ഷ തിരക്കും സമയം കിട്ടാണ്ട്. ഇന്ന് ആസ്വദിച്ചിടണം ഉണ്ണി. അമ്മനെക്കാട്ടി നേരിട്ടല്ലോ അല്ലേ. പൂ വലിച്ചാൽ കിട്ടുന്നില്ലല്ലോ ഉണ്ണി. ഉണ്ണിൻ്റെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാട്ടാ ഇതാ ഇന്ന് വലിയ പൂക്കളായി. എന്നാൽ പൂ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഉള്ളതും കൊണ്ട് ഓണം പോലെ. നന്നായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാട്ടാ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഉണ്ണിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, സ്കൂളൊക്കെ അടച്ചുവിട്ടാ. ഇന്ന് ഓണം സെലിബ്രേഷൻ ഉണ്ട്. ഉണ്ണി പോണില്ല, ഉണ്ണിക്ക് വയ്യ, പനി കുറഞ്ഞു എന്നാലും പോണില്ല. അപ്പം ഇന്ന് സദ്യ സ്പെഷ്യൽ ഓലനാട്ടോ നമ്മൾ വെക്കാൻ പോണത്. എല്ലാവർക്കും ഓലം വെക്കാൻ അറിയും, നമ്മൾ വെക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൈസായി നോക്കണം കേട്ടോ. കുമ്പളങ്ങയാണ്, കുമ്പളങ്ങ ഓൽ നൈസായി അരിയണം. അരിയാനൊരു കൈ സഹായം രണ്ടാളുണ്ട്. എന്നാലും നമുക്ക് ആദ്യം പയറൊന്ന് വേവിക്കാൻ വെക്കാം. വെള്ളപ്പയർ ഒരു 100 ഗ്രാം ഇട്ടിട്ടുണ്ട്. നന്നായി കഴുകിയതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3 വിസിൽ വരട്ടെ. നമുക്ക് പയർ വെന്താന്ന് നോക്കാം. പയർ വെന്തു കേട്ടോ, കറക്റ്റായിട്ട് വെന്തു. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓലം വയ്ക്കാം. ഒരു കഷ്ണം കുമ്പളങ്ങ കേട്ടോ, നൈസായി നോക്കിയതാണ്. ഇതുണ്ട ഇതിലേക്ക് 4 പച്ചമുളക്, ഇത് 2-ാം പാലാണ് കേട്ടോ. ഒരു മുറി തേങ്ങൻ്റെ പാലെടുത്തിട്ടുണ്ട്, അതിലത്തെ 2-ാം പാല്. ഉപ്പിട്ട് കൊടുക്കാം. വേഗട്ടെ, നന്നായി വേഗട്ടെ കേട്ടോ. കുമ്പളങ്ങ എന്താന്ന് നോക്കാം. കുമ്പളങ്ങ നന്നായി വെന്തു കേട്ടാ. 2-ാം പാലിൽ കിടന്ന് വറ്റിയതാ. ഇനി നമ്മുടെ വേവിച്ച് വെച്ച പയറിട്ട് കൊടുക്കട്ടെ. ഉപ്പ് പോരാ, ഒന്ന് തിളക്കട്ടെ. കളർ ചേഞ്ച് ആയില്ലേ. പയറിട്ടിട്ട് തിളച്ചു കൂട്ടാ. ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടാവട്ടെ.
ചൂടാവാനും പാടില്ല. ഒന്നാം പാല വെച്ച് ചൂടായിട്ടാ ഇനി ഇറക്കുക. ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, പച്ച വെളിച്ചെണ്ണ. ഇറക്കട്ടെ കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഓല വയ്ക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഒന്നും കൂടി കുറുകും കേട്ടോ. അടിപൊളി. സൂപ്പറല്ലേ? ചോറ് വന്നു കേട്ടോ. ചോറ് വന്നപ്പോൾ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുക. ഊറ്റി കിടക്കണം കേട്ടോ. ഹലോ ഹലോ വെള്ളം കോരണ്ടാ, കുടിക്കാൻ വെള്ളം വരും. അരിച്ചിട്ട് എടുക്കോളൂ. അവരെ പ്രാണികള് വെള്ളത്തിൽ ഓടുന്നു. നമ്മളെക്കാളും വലിയ പ്രാണിയാ? നമ്മളെക്കാളും വലിയ പ്രാണിയാ? കണ്ടാ എൻ്റെ പൂക്കളം കണ്ടാ? ഇത് കുടിക്കാൻ ചട്ടി അതോടെ കൊടുക്കൊണ്ടുവന്നിട്ട് ചേട്ടാ. ഇവിടെ 2 പ്രാവശ്യം കൊണ്ടുണ്ട്. വലിയ കുടം പൊട്ടിയിരിക്കുക. അത് കുറച്ച് എക്സ്ട്രാ വലുതായിരുന്നു. അങ്ങനെ അടുപ്പ് കൊണ്ട് വെച്ചാൽ മതി. സിമ്പിൾ. ഉണ്ണിക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടാ. ഓല മുട്ടിയിട്ട് ചോറ് വേണമെന്ന് പറയണം. ഇന്ന് ഓല മാത്രമേ ഉള്ളൂ, മാങ്ങാച്ചാറോ. കണ്ടോ, ഇതൊന്നും കൂടി കുറുകൂട്ടാ. ആറിയിട്ടില്ല. ഇതാ അച്ചാറ്. ക്ഷമന് നല്ലോണമുള്ള ആൾക്കാരതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കൂ കഴിക്കൂ. ഏത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഓയിലാണ്. എരിവില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാണ് എൻ്റെ ഫേവറേറ്റ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി വേണമല്ലേ. പപ്പടം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളി. വയ്ക്കാതെ വെച്ച് നോക്കുക. ഇങ്ങനെയാ വെക്കുക. എല്ലാവരും വെക്കും. ഇങ്ങനെ വെക്കുന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. ചോറിനട്ടോ ഉണ്ണി.